ഹലോ ഗായ്സ് സ്പോയ്. സോ നിങ്ങൾ തമ്മിൽ ഓൾറെഡി കണ്ടതുപോലത്തെയാണ് ഇന്നത്തെ കണ്ടന്റ്. പക്ഷേ ഇന്നലെ നമ്മൾ കുറേ കവർ ചെയ്തു. ഇന്നലെ ഞാൻ കവർ ചെയ്ത് ലൈക്ക് റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി ഡയറക്റ്റ് ഞാനാണെങ്കിൽ ലൈക്ക് ഓരോ സ്റ്റേഷൻസിലൊക്കെ കയറി മാറി തിരിഞ്ഞ് കയറി ഭയങ്കര ടയർഡായതുകൊണ്ട് ഇന്നലെ വ്ളോഗിങ് മൈൻഡ് ഇല്ലായിരുന്നു. പക്ഷെ ഞാൻ വീഡിയോസൊക്കെ കുറേ എടുത്തിട്ടുണ്ട്. അത് ഞാൻ ജസ്റ്റ് ഒന്ന് അറ്റാച്ച് ചെയ്തു. ഇന്ന് രണ്ടാമത്തെ ദിവസമാണ് മുംബൈ ദർശൻ എന്നൊരു ട്രെയിൻ ഉണ്ട് ഇവിടെ. ട്രെയിൻ അല്ല, ഒരു ബസ് ഉണ്ട്. സോ അത് മുംബൈ മൊത്തം ഒന്ന് കവർ ചെയ്യും. അപ്പോൾ അതിലൊന്ന് കയറാനൊരു മൈൻഡാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ഒന്ന് അന്വേഷിക്കണം. സമയം കഴിയണമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്തായാലും അന്വേഷിച്ചിട്ട് കിട്ടുന്നുണ്ടെങ്കിൽ അത് കയറും. കാരണം എന്ന് വെച്ചാൽ ചെറിയൊരു മഴക്കോളുണ്ട്, മഴ ഇടയ്ക്കിടയ്ക്ക് പൊടിയുന്നുണ്ട്. സോ ഇവരെ കുറേ കവർ ചെയ്യും. നമ്മുടെ ആൻഡലിയ, നമ്മുടെ ഷാറൂഖ് ഖാൻ്റെ വീട്, ജുഹു ബീച്ച്, പിന്നെ ഇന്ത്യ ഗേറ്റ്, അങ്ങനെ കുറേ കവർ ചെയ്യും. സോ ഐ തോട്ട് അതായിരിക്കും ബെറ്റർ ഓപ്ഷൻ എന്ന്. അപ്പം നമ്മൾ നിന്ന സ്റ്റേ എന്ന് പറയുന്നതിൻ്റെ അവിടെ തന്നെ അവർ അറേഞ്ച് ചെയ്യുന്നുണ്ട് ഈ ഒരു മുംബൈ ദർശൻ്റെ ഒരു സെറ്റപ്പ്. സോ അവിടെ ഇങ്ങോട്ട് പോവുകയാണ്. അവർ കുറച്ച് കൂടുതൽ കമ്മീഷൻ മേടിക്കുമെന്ന് അറിഞ്ഞുകൂടാ. ബട്ട് സ്റ്റിൽ നമുക്ക് നോക്കാം. ചെറുതൊരു മഴ പൊടിയുന്നുണ്ട്. ഞാൻ ഇന്നലെ വടാപ്പാവ് അങ്ങനത്തെ കുറച്ച് സ്ട്രീറ്റ് ഫുഡ്സ് ട്രൈ ചെയ്തു. ഇന്നലെ രാത്രി പാവ് ഭാജി കഴിച്ചിട്ടാണ് ഉറങ്ങിയത്. വേറെ കുഴപ്പമൊന്നുമില്ല, നല്ല ഫുഡാണ്. നമ്മൾ നാട്ടിൽ കഴിക്കുന്ന പാവ് ഭാജിയോ വടാപ്പാവോ ഒന്നും അല്ല. വടാപ്പാവ് നാട്ടിലുണ്ടോയെന്ന് എനിക്ക് അറിഞ്ഞു. ഞാൻ കഴിച്ചിട്ടില്ല. പാവ് ഭാജി ഞാൻ കഴിച്ചിട്ടുണ്ട്. ആ ഒരു ടേസ്റ്റ് അല്ല, നല്ല ഡിഫറൻസ് ഉണ്ട് ടേസ്റ്റിന്. എന്തായിരുന്നാലും നമുക്ക് നോക്കാം. എന്തായാലും മുംബൈ ദർശൻ കിട്ടുന്നുണ്ടെങ്കിൽ മുംബൈ ദർശൻ കയറുന്നു, കുറച്ച് കണ്ടന്റ് എടുക്കുന്നു. അതാണ് നമ്മൾ ഇന്നത്തെ പ്ലാൻ. അപ്പോൾ നമുക്ക് മുംബൈ ദർശൻ്റെ അങ്ങോട്ട് പോവാം. അതിന് മുമ്പ് ഞാൻ എൻ്റെ സ്റ്റേയിൻ്റെ അങ്ങോട്ട് പോയിട്ട് മൈക്ക് എടുക്കട്ടെ. കാരണം ഇവിടെ നല്ല നോയ്സ് ഉണ്ട്. നിങ്ങൾക്ക് എന്തൊക്കെ വോയിസ് കിട്ടുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. നമുക്ക് നോക്കാം. എന്തായാലും വൈസ് ഞാൻ ഒരു ചെറിയൊരു തൊപ്പി മേടിച്ചു, ഒരു സ്യൂഡ് മെറ്റീരിയലുള്ള ഒരു തൊപ്പി മേടിച്ച് 250 ഒക്കെ പറഞ്ഞുകൊണ്ടിരുന്നു. ഞാൻ 150 പറഞ്ഞു. അവസാനം 170 180 വന്ന് നിന്നു. കൊള്ളാം, നല്ല ക്വാളിറ്റി ഉണ്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ സാധാ പോലെ ഇരിക്കുമായിരിക്കും. പക്ഷേ ഒരു സ്യൂഡ് മെറ്റീരിയൽ, നിങ്ങൾക്ക് സ്യൂഡ് മെറ്റീരിയൽ എന്തെന്ന് അറിയാമല്ലോ അല്ലേ? ലൈക്ക് ഒരു തുടമ്പം മറ്റേ പന്നി വിളിക്കുന്നു. ഭയങ്കര തിരക്കുണ്ട് കേട്ടോ മുംബൈ സ്ട്രീറ്റ്സ് ആയാലും. പിന്നെ ഇവിടുത്തെ ആൾക്കാരുടെ ഒരു നോട്ടവും ഇങ്ങോട്ട് ചില സ്ഥലങ്ങളിലുള്ള നോട്ടം. തൊപ്പി, ഡ്രസ്സ്, ടീഷർട്ട്സ് എല്ലാം കിട്ടും. കാണുന്ന പോലെ കുറേ സ്ട്രീറ്റ് ഷോപ്പിംഗ് ഉണ്ട്. അപ്പോൾ ഇവിടെയല്ല ശരിക്കും സ്ട്രീറ്റ് ഷോപ്പിങ്ങിൻ്റെ മെയിൻ പ്ലേസ്. അത് നമ്മളിന്ന് കവർ ചെയ്യാൻ മാക്സിമം നോക്കാം. 2-3 സ്ഥലം ഞാൻ ചോദിച്ചു വെച്ചിട്ടുണ്ട് സ്ട്രീറ്റ് ഷോപ്പിങ്ങിൻ്റെ. പറ്റുമെങ്കിൽ പോവാം. നമ്മൾ നിന്ന സ്ഥലം ഇവിടെ ആയിരുന്നു, എനിക്ക് അറിഞ്ഞുകൂടാ. നമുക്ക് നോക്കാം. ഇതെവിടെയോ ആയിരുന്നു. ലെറ്റ്സ് സീ. അപ്പോൾ ചെറുതായിട്ടൊന്ന് ഗെറ്റപ്പൊക്കെ മാറ്റി നമ്മൾ ഗേറ്റ് വേ ഓഫ് ഇന്ത്യയിലോട്ട് പോവുകയാണ്. ചാർജറെ കണക്ട് ചെയ്താണ് പോകുന്നത്. ഇത് മറ്റേ വടക്കൻ സെൽഫിയിൽ നമ്മൾ കുറച്ച് ഓവറല്ലേന്ന് പറയുമ്പം നമ്മൾ ഒട്ടും ഓവറല്ലെന്ന് പറയുന്ന സെറ്റപ്പാണ്. ഞാൻ അനാവശ്യമായ ഓവർ ഡ്രസ്സിങ് ആണ്. എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുന്നുണ്ട്. ഫോണൊക്കെ തട്ടിക്കൊണ്ട് ആരെങ്കിലും പോകണമെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലായിക്കോണം. കാരണം അത് ലൈവ് ടെലികാസ്റ്റ് ആകും. എന്തായാലും ഫോൺ കിട്ടണമെങ്കിൽ, ഇല്ലെങ്കിൽ ഇത് പോയി അതങ്ങ് വിചാരിച്ചാൽ മതി. ഈ വീഡിയോ ഓർണമെങ്കിൽ നിങ്ങൾ വിചാരിച്ചോണം ഈ ഫോൺ തട്ടിക്കൊണ്ട് പോയില്ല എന്ന്. ഗേറ്റ് വേ ഓഫ് ഇന്ത്യ പോകണം. അവിടുന്ന് മുംബൈ ദർശൻ്റെ ബസ് കാണുമെന്ന് തോന്നുന്നു. ഐ ഡോണ്ട് നോ ഫോർ ഷുവർ. നോക്കാം. തിരക്ക് കുറച്ച് കുറവാണെന്ന് തോന്നുന്നു മൊത്തത്തിൽ. ഇതാണ് ഇവിടുത്തെ വ്യൂ. ഇവിടുന്ന് 10-20 മിനിറ്റ് നടക്കാനുണ്ടെന്നാണ് പറഞ്ഞത് ഗേറ്റ് വേ ഓഫ് ഇന്ത്യ വരെ. അത്ര മണി ഇപ്പം വന്ന് 11:30-12 റേഞ്ച് ആയി. നോക്കണം. ഫോൺ അതിന് മുമ്പേ ചാവുമെന്ന് അറിഞ്ഞുകൂടാ. 20,000 mAh ബാറ്ററി പവർ ബാങ്ക് കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് പെട്ടെന്ന് ചാവൂലെന്നൊരു ധൈര്യമുണ്ട്. പിന്നെ ഞാൻ ഇന്ന് വേറൊരു കാര്യം എന്ന് വെച്ചാൽ, ഞാൻ ഹരിഹർ ഫോർട്ട് കൂടെ കവർ ചെയ്യാൻ വേണ്ടി ഉണ്ടായിരുന്നു. പക്ഷേ സീൻ എന്തെന്ന് വെച്ചാൽ 2-3 ദിവസം മുന്നേ ഹരിഹർ ഫോർട്ടിൻ്റെ അവിടെ ആരോ മരിച്ചുപോയി. അപ്പോൾ ചെറുതായിട്ട് അവിടെ എന്തോ റെസ്ട്രിക്ഷൻ പോലെ വന്ന് അതൊന്ന് ചെറുതായിട്ടൊന്ന് ക്യാൻസലായിട്ടുണ്ട്. അതുകൊണ്ട് അതിന് പകരം അവർ വിളിച്ചിട്ട് പറഞ്ഞു എന്താണ് ഹരിചന്ദ്ര വേറെന്തോ ഒരു ഫോർട്ട് അങ്ങോട്ട് പോകുന്ന കാര്യം പറയാനായിട്ട്. അപ്പം അയിത്തോട്ട് എന്തായാലും മുമ്പേ എത്തിയതല്ലേ, പ്ലാൻ മൊത്തത്തിൽ ഡ്രോപ്പ് ആക്കണ്ട. ഹരിചന്ദ്ര ഫോർട്ട് എന്തോ ക്ലൗഡ്സ് ഫോർമേഷനോ അങ്ങനെ എന്തോ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങോട്ട് പോകാമെന്ന് വിചാരിക്കുന്നു. അയ്യോ, കുറേ നടക്കണമെന്ന് തോന്നുന്നു. ആവശ്യത്തിന് ഹ്യൂമിഡിറ്റി ഉണ്ട്. വെയിൽ വലുതായിട്ടില്ല, പക്ഷെ നല്ല ചൂടെടുക്കുന്നുണ്ട്. എന്താണെന്ന് അറിഞ്ഞൂടാ. അയ്യോ, ഇവിടെ ഫോട്ടോഷൂട്ടാണോ? ഇതേത് വണ്ടി? ഓ, റോൾസ് റോയ്സ്. ഓ നൈസ്. ഗൈസ്, ഇത് റോൾസ് റോയ്സ്. കൊള്ളാല്ലേ? മുംബൈ സമാചാർ അടുത്ത്. भाई इसका हिस्ट्री पता है क्या? हिस्ट्री क्या? ये कौन का वो पता है? इसके ना झाड़ू लगा था राजा ने। ओ, ये गाड़ी है वो? ये गाड़ी है। ओ, पता है ना आपको? सुनो। हाँ, सेम गाड़ी महाराजा ने झाड़ू लगाकर बेच दी. हाँ. ये गाड़ी है. सेम गाड़ी. ओ, सेम गाड़ी है.
നിങ്ങൾ കണ്ട ആ വണ്ടി ഇതാണ് റോൾസ് റോയ്സ്. ഈ വണ്ടിയാണ് നമ്മുടെ റോൾസ് റോയ്സിൻ്റെ കടയിൽ പോയി ആ ഷോപ്പിൽ പോയി നമ്മുടെ മഹാരാജാവോ അങ്ങനെയല്ലേ കഥ എനിക്ക് ഭയങ്കരമായിട്ട് അറിഞ്ഞുകൂടാ. ഞാൻ ജസ്റ്റ് ഒന്ന് റെഫർ ചെയ്തിട്ട് പറഞ്ഞേക്കാം, ലൈക്ക് എവിടെയെങ്കിലും റെഫറൻസ് ഇട്ടേക്കാം. സംഭവം എന്ന് വെച്ചാൽ അപ്പോൾ നമ്മൾ വലിയ ആൾ ലൈക്ക് കിങ്ങോ മഹാരാജാവോ ഒരാൾ പോയി അന്വേഷിക്കുമ്പോൾ അവരാണെങ്കിൽ നിങ്ങളെപ്പോലുള്ള ഇന്ത്യൻസിന് നമ്മൾ വണ്ടി കൊടുക്കത്തില്ലെന്നോ അങ്ങനെന്തോ പറഞ്ഞു. അപ്പോൾ ആ പുള്ളിക്കാരനാണെങ്കിൽ ദേഷ്യം വന്ന് കുറേ വണ്ടികൾ മേടിച്ചു. റോൾസ് റോയ്സിൻ്റെ അവിടെ നിന്ന് കുറേ വണ്ടികൾ വേറെ ആരുടെ പേരിലോ അങ്ങനെന്തോ മേടിച്ചിട്ട് അതിൽ 2 സൈഡിലും ബ്രൂം അതായത് ചൂല് വെച്ചിട്ട് റോഡ് മൊത്തം മുംബൈ തെരുവുകളിലൂടെ 5 അംഗം പിഞ്ചംഗം ഓട്ടിച്ചു ഇങ്ങോട്ടും ഒക്കെ. അങ്ങനെ ഒരു കഥ ഉണ്ടായിരുന്നു. ആ ഒരു വണ്ടിയാണത്. അതിലുള്ള ഒരു വണ്ടിയാണോ അതോ ആ വണ്ടി തന്നെയാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ബട്ട് സ്റ്റിൽ അതാണ് എൻ്റെ കഥ. നിങ്ങൾ ജസ്റ്റ് നിങ്ങൾക്ക് അറിയാമെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഞാൻ ജസ്റ്റ് ഒന്ന് ഇവിടെ ഡിസ്ക്രിപ്ഷൻ വേണമെങ്കിൽ ഇട്ടേക്കാം. അറിവുണ്ടതൊരു വേണ്ടി മനസ്സിലാകാൻ വേണ്ടി. എനിക്ക് പറയണത് കുറച്ച് റിസർച്ച് ചെയ്യണം, ഇതൊക്കെ എഡിറ്റ് ചെയ്ത് കുറച്ച് സമയം എടുക്കും. അതുകൊണ്ട് ഇതൊക്കെ എപ്പോൾ ആവും എന്ന് അറിഞ്ഞുകൂടാ. എന്നാലും നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഒന്ന് പറയണേ എന്താണെന്ന് സംഭവം. ഗേറ്റ് വേ ഓഫ് ഇന്ത്യ 10 മിനിറ്റ് എന്നാണ് പറഞ്ഞത്. അയ്യോ എന്തൊരു ചൂട്. തൊപ്പി കൊള്ളാമോ? എല്ലാവരും കുറച്ച് നേരം ഒരു 10-15 മിനിറ്റ് ദൂർ എന്നൊക്കെ പറയുന്നു. പക്ഷേ കുറച്ച് ദൂരമുണ്ട്. ഇവിടെ എനിക്ക് തോന്നുന്നു ഇവിടെയുള്ള ആൾക്കാർ കൂടുതൽ നടക്കുകയാണ് ചെയ്യണമെന്ന് തോന്നുന്നത്. എനിക്കത് ശീലമില്ല. കുറച്ച് കാലമായി ഇങ്ങനെയൊക്കെ നടന്നു. മറ്റേ വെട്ടിരുമ്പ് പോലെ അങ്ങ് നടക്കുകയാണ്. ഇവിടെ കുറേ മറ്റേ ഡിസൈനർ ഫാഷൻസ് ഡിസൈനർ കസ്റ്റമൈസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. കസ്റ്റ്യൂം ഡിസൈനേഴ്സ് കുറേ ഉണ്ട്. ഇൻഡിവിജ്വലായിട്ടുള്ള ബ്രാൻഡ്സും അങ്ങനത്തെ കുറേ സെറ്റപ്പുകളുണ്ട്. അപ്പോൾ ഇന്നലെ തന്നെ ഞാൻ കുറേ കറങ്ങിയപ്പോൾ ഞാൻ വ്ളോഗ് അതിൽ എടുത്തില്ല, കുറച്ച് വീഡിയോസ് എടുത്ത് നിങ്ങൾക്ക് കാണിക്കാം ഇങ്ങനെ. അപ്പോൾ അത് കയറിയപ്പോൾ തന്നെ കുറേ കസ്റ്റ്യൂം ഡിസൈനേഴ്സിൻ്റെയൊക്കെ ഷോപ്പുകളും അതൊക്കെ കണ്ടായിരുന്നു. കുറേ ഉണ്ട് ആക്ച്വലി. സെൻറ്റ് ആൻഡ്രൂസ് കാത്തഡ്രൽ ഏരിയ 15. ഇവിടുന്ന് അടുത്ത സിഗ്നലായിട്ട് അവിടുന്ന് ലെഫ്റ്റ് എന്നാണ് പറഞ്ഞത്. നമുക്ക് നോക്കാം. ടയർഡായി ആക്ച്വലി. ഇവിടെ എന്തോ ലയൺസ് ഗേറ്റ് എന്നോ ഒരു സെറ്റപ്പ് ഉണ്ടായിരുന്നു. എന്തോ അവിടെ ഒരു സോൾജറിൻ്റെ അടുത്ത് ചോദിച്ചപ്പം ആർമി ഹെഡ് ക്വാർട്ടേഴ്സ് ബ്രിട്ടീഷിനെ ബനാദിയ എന്ന് പറഞ്ഞിട്ട് ഞാൻ 2-3 കിന്നരം കൂടെ ചോദിച്ചപ്പോൾ അങ്ങനെ പറഞ്ഞ് ചെലിയെ ബൈന്ന് എന്തോ വലിയ സെറ്റപ്പാണ് കേട്ടോ. അവിടെ കുറച്ച് നേരം നിന്ന് വീഡിയോ വെച്ചിട്ടാണ് ഉറപ്പ്. അങ്ങനെ ഗേറ്റ് വേ ഓഫ് ഇന്ത്യ ലെഫ്റ്റ്, നരിമാൻ പോയിൻ്റ് റൈറ്റ്, കൊളാബ കോസ്വേയും ലെഫ്റ്റ്. ഗേറ്റ് വേ ഓഫ് ഇന്ത്യ ലെഫ്റ്റ് എന്നാണ് കാണിക്കുന്നത്. बंगाल नेशनल गैलरी ऑफ मॉडर्न आर्ट. आप भी गाइड हो? नहीं टिकट बनाता ना. हाँ दर्शन रेड शर्ट. ओके भोला भाई ആണ് നമ്മളെ. वो गाइड है एसी. ये दिन भर वीडियो में रहना है क्या? मुझे भी साथ में? हाँ नहीं यार आप यूज करो सब जगह. हाँ. मतलब साथ में. हाँ मेरा नंबर दिया आपको. ये फिर भी मैं तो लाइक गर्मी बहुत ही गर्मी है. ഇപ്പോൾ നമ്മൾ ഗേറ്റ് വേ ഓഫ് ഇന്ത്യയുടെ അടുത്താണ്. ഇതാണ് കടയുടെ പേര്. നമ്മൾ ഗേറ്റ് വേ ഓഫ് ഇന്ത്യയുടെ അടുത്ത് തന്നെയുള്ളൊരു ഷോപ്പാണ്. നിങ്ങൾ ഇതേപോലെ ട്രിപ്പിനൊക്കെ പോകുമ്പോൾ മാക്സിമം ഇതേപോലത്തുള്ള ഒന്നീ ഫ്രഷ് ജ്യൂസ് വെള്ളമില്ലാണ്ടെന്നായിരുന്നു പറയണം. വെള്ളമില്ലാണ്ട് ഐസ് ഇല്ലാണ്ടെന്നൊക്കെ എടുത്ത് പറയണം. കാരണം വെള്ളം നമുക്ക് പിടിച്ചെന്ന് വരത്തില്ല. കാരണം നമുക്ക് ഒരു ലോങ് ജേർണി തയ്യാർ കർണേ ഹേ. സോ അതുകൊണ്ട് വെള്ളവും പാടില്ല, ഐസും പാടില്ല. അതുകൊണ്ട് ശ്രദ്ധിക്കണം. അയ്യോ ഭയങ്കര ചൂടുണ്ട്. AC ബസ് എടുത്ത് നന്നായി. ഫസ്റ്റ് ഇപ്പോൾ അവർ പറയുന്നത് വെച്ചാൽ ഞാൻ പോയി ഗേറ്റ് വേ ഓഫ് ഇന്ത്യ തൊട്ടടുത്ത് തന്നെയാണ്. ഗേറ്റ് വേ ഓഫ് ഇന്ത്യ കവർ ചെയ്തിട്ട് വരുമ്പം പാർക്കാണ്. പാർക്ക് വേണമെങ്കിൽ കയറാൻ, വേണമെങ്കിൽ കയറണ്ട. ഞാൻ മോസ്റ്റ്ലി കയറാൻ ചാൻസ് കുറവാണ്. പോയി ഓക്കെ താങ്ക് യു. കൊള്ളാം കേട്ടോ. അവർ പറഞ്ഞ ഗേറ്റ് വേ ഓഫ് ഇന്ത്യ നോക്കിയിട്ട് തിരിച്ചു വരാനാണ്. 12:45 റേഞ്ച് ആകുമ്പോൾ തിരിച്ചു വരാനാണ് പറഞ്ഞത്. മണി ഇപ്പോൾ 12:20 ഒരു 20 മിനിറ്റ്സ് കാണും. ഗേറ്റ് വേ ഓഫ് ഇന്ത്യ നോക്കി രാജ് ഹോളും കവർ ചെയ്തിട്ട് നമുക്ക് തിരിച്ചു വരെ പോകുമ്പോൾ ഇവരിവിടുന്ന് ബസ് എടുക്കും. ബസ് എടുത്ത് ബാക്കി കറങ്ങി തിരിഞ്ഞ് നമുക്ക് എത്താനുള്ള സ്പോട്ടിൽ ഇവർ എത്തിക്കും. എന്തായാലും ആദ്യം വെള്ളം കുടിച്ചോട്ട്. ഭയങ്കര ഡീഹൈഡ്രേറ്റിംഗ് ആവുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങളെപ്പോഴും എൻ്റെ കയ്യിൽ വെള്ളം കുപ്പി ഉണ്ടെങ്കിലും എനിക്കെന്തോ മധുരമുള്ള കുടിക്കാൻ തോന്നി. ഷുഗർ കെയിൻ ആകുമ്പോൾ വലിയ കുഴപ്പമില്ല. ഗൈസ് വീഡിയോയിൽ കാണുന്ന ഗേറ്റ് വേ ഓഫ് ഇന്ത്യ നമ്മൾ എത്തിയിരിക്കുന്നു. ആൻഡ് ദിസ് ഈസ് താജ് ഹോട്ടൽ ആൻഡ് ദിസ് ഈസ് ഗേറ്റ് വേ ഓഫ് ഇന്ത്യ. ഗേറ്റ് വേ ഓഫ് ഇന്ത്യ ഭയങ്കര ഫേമസ് ആണ്. എനിക്കിതിനെപ്പറ്റി വലിയ ഐഡിയ ഇല്ല. സംഭവം എന്ന് വെച്ചാൽ ഗേറ്റ് വേ ഓഫ് ഇന്ത്യ ഈസ് കൺസിഡേർഡ് ആസ് ദ ലാസ്റ്റ്
പൊസിഷൻ. അതായത് ഇവിടെ നിന്നാണ് നമ്മുടെ ബ്രിട്ടീഷേഴ്സ് ഇന്ത്യയിൽ നിന്ന് തിരിച്ച് പോയത്. ആക്ച്വലി ഇന്ത്യയിൽ നിന്ന് നമ്മുടെ കൊളോണൈസേഷൻ ഇല്ലേ, അവർ നമ്മളെ അടക്കി വന്നുകൊണ്ടിരുന്ന സെറ്റപ്പിൽ നിന്ന് അവർ തിരിച്ച് ഈ ഒരു ഗേറ്റ് വേയിൽ നിന്നാണ് പോയതെന്നാണ് പറയപ്പെടുന്നത്. ആൻഡ് ദിസ് ഇസ് ദ താജ് ഹോട്ടൽ. താജ് ഹോട്ടൽ നിങ്ങൾക്ക് അറിയായിരിക്കും ഒബ്വിയസ്ലി. താജ് ഹോട്ടലിലാണ് മറ്റേ ബോംബും ടെററിസ്റ്റ് അറ്റാക്കൊക്കെ സംഭവിച്ചു. സോ ഇറ്റ്സ് വെരി മച്ച് ഫേമസ് താജ് ഹോട്ടൽ. നല്ല ഭംഗിയുണ്ട്. ഇവിടെ ഒരു കോഫീയുടെയൊക്കെ റേറ്റ് ഭയങ്കരമാണെന്നാണ് പറയുന്നത്. പിന്നെ എപ്പോഴേലും ട്രൈ ചെയ്യാം, ഇപ്പോൾ ട്രൈ ചെയ്യാനില്ല. സെറ്റാക്കാം. സൂപ്പർ അല്ലേ. ആക്ച്വലി ഇതിന് തിരക്ക് കുറവെന്ന് വേണം പറയാൻ. സാധാരണ ഭയങ്കര തിരക്കെന്ന് വെച്ചാൽ നിൽക്കാൻ സമയം കാണത്തില്ല, അത്രയ്ക്ക് തിരക്കാണെന്നാണ് പറയാറ്. ഇന്ന് തിരക്ക് കുറവാണ് ബേസിക്കലി. മെയിൻ ആർക്കിടെക്ചർ സ്റ്റൈൽ നമ്മൾ ഹിന്ദിയും ഒരു ബ്രിട്ടീഷിൻ്റെയും കൂടെയുള്ള ആർക്കിടെക്ചർ ഒരുമിച്ചിട്ടുള്ള ഒരു ആർക്കിടെക്ചറൽ സ്റ്റൈലാണ്. ഉണ്ട് നിങ്ങൾക്ക് എത്രമാത്രം ഒരു ക്യാമറ ലെൻസ് ജസ്റ്റിഫൈ ചെയ്യുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ബട്ട് സ്റ്റിൽ വെൻ ലുക്കിംഗ് ഇറ്റ് ഡയറക്ട്ലി ലൈക്ക് ദിസ് ഭയങ്കര ഭംഗിയുണ്ട് ആക്ച്വലി. ആൻഡ് ഇതിൻ്റെ തൊട്ട് ഓപ്പോസിറ്റ് താജ് നിങ്ങൾക്ക് ഓൾറെഡി അറിയാമല്ലോ അല്ലേ. ഹോട്ടൽ താജിന് ഭയങ്കര റെലവൻസ് ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഭയങ്കര റേറ്റൊക്കെ ഉള്ളതാണ്. ഹോട്ടൽ താജിൻ്റെയും ഭംഗി ഒരു രക്ഷയില്ല കേട്ടോ. നല്ല ഒരു നല്ലൊരു ഫാക്ടറുണ്ട് ആ ഒരു ബിൽഡിംഗ് കണ്ടുകൊണ്ടിരിക്കാൻ. ഭയങ്കര ഭംഗിയുണ്ട് ആക്ച്വലി. എന്താങ്കിളാണോ? ഇത് മറ്റേ സ്ഥിരമുള്ള ലുക്കായിരിക്കും അല്ലേ. എനിക്ക് കിട്ടുന്നില്ല, ചിലപ്പം പുള്ളിക്കാരനെ കറക്റ്റ് കിട്ടുന്നുണ്ടായിരിക്കും ആ വ്യൂ. ആൾക്കാരൊന്നും മൊത്തത്തിൽ കുറവാണ് കേട്ടോ, ഭയങ്കര കുറവാണ്. നന്നായി തന്നെ നമുക്ക് സമാധി എടുക്കാൻ പറ്റുമല്ലോ. പിന്നെ നല്ല കാറ്റുണ്ട് കേട്ടോ. ഇവിടെ കുറേ പേര് എൻ്റെ അടുത്ത് വ്ളോഗറാണോ, എത്ര മാസം എത്ര കിട്ടും എന്നൊക്കെ ചോദിച്ച് ഞാൻ ചുമ്മാ തള്ളി വിട്ടു. 2000 കിട്ടും, 3000 കിട്ടും എന്നൊക്കെ. പക്ഷേ മോണിറ്റൈസേഷൻ ആകുമ്പോൾ ഞാൻ പറയത്തില്ല, അത് വേറെ കാര്യം. ബട്ട് സ്റ്റിൽ കിട്ടും, എമൗണ്ട് കിട്ടുമല്ലോ. That is gateway of India for you guys. സോ നമുക്ക് ഇവിടെ നിന്ന് പോവാം. ഞാൻ പറഞ്ഞില്ലേ നേരത്തെ നമ്മൾ മുംബൈ ദർശൻ പറഞ്ഞ ആൾക്കാർ ഒരു സമയത്ത് എത്തുമെന്ന് പറഞ്ഞു. സോ ഇവിടെ നിന്ന് 12:45 റേഞ്ചിന് അങ്ങോട്ട് എത്തണം. ഇവിടെ നിന്ന് 5 മിനിറ്റ് വാക്കേ ഉള്ളൂ ഞാൻ പറഞ്ഞതുപോലെ. അങ്ങോട്ട് പോകുന്നു. രക്ഷയില്ല കേട്ടോ ബിൽഡിങ്. ഞാനാണെങ്കിൽ ഫോട്ടോയിൽ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ സാധാ ബിൽഡിങ്, വീഡിയോസിലൊക്കെ കണ്ടപ്പോൾ. പക്ഷേ എന്തോ ഒരു സംഭവം ഉണ്ട് ആ ബിൽഡിങ്, നല്ലൊരു ഭംഗിയുണ്ട്. പിന്നെ ഇതിൻ്റെ ഈ ഫ്രെയിം നമുക്ക് ഒരൊറ്റ ഫ്രെയിമിലൊരു ഫോട്ടോയും കൂടെ അങ്ങ് എടുക്കാം. കാരണം ആ ഫോട്ടോയ്ക്ക് നല്ലൊരു ഭംഗി കാണുമായിരിക്കും എന്ന് എൻ്റെ മനസ്സ് പറയുന്നു. ഇതൊന്നും കാണാത്തൊരു ഡ്രിങ്കാണ്. നമ്മൾ റെഡ് ബുള്ള് എല്ലാം കണ്ടിട്ടുണ്ട്, പക്ഷേ ഈ സാധനം ഞാൻ കണ്ടിട്ടില്ല ഇതുവരെ. ഏതാണെന്ന് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം. നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം. ഹെല്ല് റെഡ് ബുൾ പോലെ തന്നെ കയറ്റുമായിരിക്കും. ഛത്രപതി ശിവജി വസ്തു സംഗ്രഹാലയ്. ഞാൻ കയറുന്നില്ല, നല്ല ടയേർഡായി. ഇന്ത്യൻ നേവി, ഐ ലവ് ഇന്ത്യൻ നേവി. ഇതിനേക്കാളും ഇതിന് ശേഷം കുറച്ച് മ്യൂസിയംസും കൂടെ വരുന്നുണ്ട്. സോ ഐ തോട്ട് അതിൽ കയറാമെന്ന്. കാല് വേദന എടുക്കണം, അവിടെ തൊട്ട് നടന്നതുകൊണ്ട് ഭയങ്കര വേദന എടുക്കണം. അതുപോലെ ഇത് 1 സംതിങ്ങിന് അടയ്ക്കുമെന്നാണ് പറഞ്ഞത്. സോ മണി 12:50 ഇപ്പോൾ തന്നെ. 1:10 എന്തോ അടയ്ക്കുമെന്നാണ്. 20 മിനിറ്റിൽ ഇവിടുന്ന് അവിടെ നടക്കുമ്പോൾ തന്നെ 20 മിനിറ്റ് ആവും. പിന്നെ കുറച്ച് സ്ഥലങ്ങൾ ഷൂട്ട് ചെയ്യാനും പറ്റില്ലെന്ന് പറഞ്ഞു. ഐ തോട്ട് കുറച്ച് നേരം കാറ്റ് കൊണ്ടിരിക്കാമെന്ന് വിചാരിച്ചു. നോക്കാം. ചില്ലറ പൈസനെ എവിടെയോ വെച്ച് എവിടെ നോക്കണം. എന്നോട് ട്രൈപ്പോഡ് പിടിച്ച് വെച്ചിട്ടേ. ട്രൈപ്പോഡല്ല, ഹാൻഡ് ഗിംബൽ യൂസ് ചെയ്തുകൂടാന്ന് പറഞ്ഞു. എന്താണെന്ന് അറിഞ്ഞുകൂടാ. എൻ്റെ ഐപാഡും തന്നു വിട്ട്. എൻ്റെ എയർപോഡ് അതിനകത്ത് തന്നെ കിടപ്പുണ്ട്. ഇനി എന്താണ് സെക്യൂരിറ്റി റീസൺ എന്നൊക്കെ പറയണം. എന്തിനാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഹാൻഡ് ഗിംബൽ അതിനകത്ത് കയറിയിട്ട് ഇടാൻ പറ്റുമെന്ന് നോക്കാം. എന്തായാലും നല്ല ഭംഗി ഉണ്ട് ആക്ച്വലി. നല്ല രസമുണ്ട് ആക്ച്വലി കാണാൻ. വോയിസ് ഇട്ടുമെന്ന് അറിഞ്ഞുകൂടാ, കാരണം ഞാൻ മൈക്കിൽ തൊട്ടുവിട്ടാണ് പോകുന്നത്. ഇതൊക്കെ ആയിസ്. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി ഛത്ര ശിവജി ആ ഒരു മ്യൂസിയത്തിൽ നിന്ന് ഇറങ്ങി. കുറേ സ്കൾപ്ചേഴ്സ് ഉണ്ട് അവിടെ. പിന്നെ വ്ളോഗായിട്ട് ചെയ്യാൻ പറ്റത്തില്ല, കാരണം അവിടെ ഈ ട്രൈപ്പോഡ് സുനാപ്പികളൊന്നും അവിടെ കൊണ്ട് കയറാൻ പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ എടുത്തു കഴിഞ്ഞാൽ
നമ്മളെപ്പോലെ തന്നെ വേറെ ആൾക്കാരും എടുക്കും. അവർ പക്ഷേ സെൽഫി സ്റ്റിക്കായിരിക്കും എടുക്കുന്നത്. സെൽഫി സ്റ്റിക്ക് ഇങ്ങനെ വലിച്ച് നീട്ടി പോകുമ്പം ബാക്കിയുള്ളവരെ കണ്ണിക്കുത്തും, ബാക്കിയുള്ളവർക്കും ബുദ്ധിമുട്ട്, അവിടെയുള്ള സ്കൾപ്ചേഴ്സിൽ തട്ടും, അത് പൊട്ടും, സീനാണ്. സോ അതുകൊണ്ട് അവിടെ അത് സമ്മതിച്ചില്ല. പക്ഷേ കുഴപ്പമില്ല, നമ്മൾ ഒരുവിധമൊക്കെ ഞാൻ എല്ലാം കവർ ചെയ്തിട്ടുണ്ട്. അത് ഞാൻ ജസ്റ്റ് വോയിസ് ഓവർ ചെയ്യാം. നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ കാണുക. വെയിറ്റിംഗ് ആണ് ആക്ച്വലി. മുംബൈ ദർശൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ബായ് അവിടെ ഉണ്ട്. അപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞ വണ്ടിക്ക് വേണ്ടിയാണ് ഇത്രയും പേര് വെയിറ്റിങ്. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ നേരെ തിരിച്ച് മുംബൈ ദർശൻ കയറി നമ്മൾ ആൻ്റലിയ, ഷാറൂഖിൻ്റെ വീട് കയറുന്ന റോഡാ, ആൻ്റലിയ, അങ്ങനത്തെ കുറേ ജൂഹു ബീച്ച് 2-3 സ്പോട്ടിൽ കയറിയിട്ടായിരിക്കും നമ്മൾ തിരിച്ച് നമ്മുടെ പഴയ സ്റ്റേയിലോട്ട് പോകുന്നത്. അപ്പോൾ ഇനിയുള്ളത് കുറച്ച് ദൂരെ, ഭയങ്കര വലിയൊരു ട്രിപ്പായിരിക്കും. ഇന്ന് മൊത്തം ബസ്സിൻ്റെ അകത്തായിരിക്കും. ഉച്ചയ്ക്ക് നിർത്തും, കഴിച്ചതിന് ശേഷം വീണ്ടും ബസ്സിനകത്തായിരിക്കും, കറങ്ങും. അതിന് 7-8 മണിയാകുമ്പോൾ അവർ എന്നെ ഡ്രോപ്പ് ചെയ്യണതിൻ്റെ അടുത്ത് തന്നെയായിരിക്കും നമ്മൾ ട്രക്കേഴ്സ് ഓഫ് മഹാരാഷ്ട്ര ബോർഡിംഗ് പോയിന്റ്. സോ അവിടെ നിന്ന് തിരിച്ച് പിന്നെ ബോർഡിംഗ് പോയിന്റ് അതുവഴി അങ്ങ് പോകും. അതാണ് സെറ്റപ്പ്. അപ്പം നിങ്ങൾക്ക് ഈ സ്പോട്ടിൽ ഞാൻ എന്തെങ്കിലും മുംബൈയിൽ മിസ് ചെയ്യുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അടുത്ത പ്രാവശ്യം മുംബൈയിൽ ഒന്നുകൂടെ ഞാൻ വരുന്നുണ്ട്. റീസെൻ്റ്ലി, ഉടനെ ഒന്നുമല്ല, കുറച്ച് കാലത്തിനകത്ത് എന്തായാലും വരുന്നുണ്ട്. അപ്പോൾ അതും കൂടെ കവർ ചെയ്യാം. അപ്പോൾ ഒന്ന് ഡു കമൻറ്റ്, ലൈക്ക് ആൻഡ് ഷെയർ ഇഫ് യു ആർ ലൈക്കിംഗ് ദിസ് കണ്ടന്റ്. അപ്പോൾ നമുക്ക് മുംബൈ ദർശനകത്ത് കയറിയിട്ട് ബാക്കി സംസാരിക്കാം.